എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ട് നഗരപ്രദേശങ്ങളിൽ സ്വന്തമായിട്ട് സുരക്ഷിതമായിട്ട് ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതിയുടെ പുതിയ ഘട്ടത്തിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനിലോ അന്വേഷിച്ചാൽ നിലവിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നടപ്പിലാക്കുന്ന ഭവന പദ്ധതികളിൽ ഒന്നാണിതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. സമൂഹത്തിലെ വിവിധ വരുമാന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് അപേക്ഷകരെ വാർഷിക കുടുംബ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വിഭാഗങ്ങളിലായിട്ട് തിരിച്ചിട്ടുണ്ട്. EWS സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണ്. LIG കുറഞ്ഞ വരുമാനമുള്ളവരാണ്. MIG ഇടത്തരം വരുമാനം ഉള്ളവരാണ്. ഈ വിഭാഗങ്ങൾക്കനുസരിച്ചാണ് പദ്ധതിയുടെ ആനുകൂല്യവും സബ്സിഡിയുടെ മറ്റ് സഹായങ്ങളും ലഭിക്കുന്നത്. അർഹരായിട്ടുള്ള അപേക്ഷകർക്ക് കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡി ഉൾപ്പെടെയുള്ള വിവിധ ഭവന ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള അവസരമുണ്ട്. എന്നാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ യോഗ്യത, ആവശ്യമായിട്ടുള്ള രേഖകൾ, വാർഷിക വരുമാന പരിധി, വീടുമായി ബന്ധപ്പെടുത്തിയുള്ള മാനദണ്ഡങ്ങൾ, നിലവിലുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ എന്നിവ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ആവശ്യമായിട്ടുള്ള രേഖകൾ നമുക്ക് പ്രധാനമായിട്ടും നിങ്ങളുടെ സമീപത്തെ നഗരസഭ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസ് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അറിയാവുന്നതാണ്. രേഖകളിൽ പിഴവുകൾ വരാതിരിക്കാൻ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് സ്ഥിരീകരിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ അർഹരാണ് എങ്കിൽ ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സ്വന്തമായിട്ട് ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഈ പദ്ധതി വലിയ സഹായമാകുന്നതാണ്. ഈ വിവരം വീടില്ലാത്തവരിലേക്കും നഗര പ്രദേശങ്ങളിൽ സ്വന്തമായിട്ട് വീട് നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.